ഒരുപാട് പെൺകുട്ടികളുടെ ജീവിതം തകർത്തവനല്ലേ അകത്ത് കിടക്കുന്നത്. അങ്ങനെയുള്ള ഒരുത്തൻ ജീവിച്ചിരിക്കണമെന്ന് പോലും എനിക്ക് ആഗ്രഹമില്ല. ഇത് പറയാനാണോടി നീ ഇങ്ങോട്ട് വന്നത്? പറയാൻ മാത്രമല്ല, ബോധമില്ലാതെ കിടക്കുന്ന അവനെ ഒന്ന് കാണണമെന്നും ഉണ്ടായിരുന്നു. നീയും ആ മഹാലക്ഷ്മി എന്ന് പറയുന്നവളൊക്കെ ഒരേ ഗണത്തിൽപ്പെട്ടതാ. അതുകൊണ്ടാണ് നീയൊക്കെ ഭർത്താക്കന്മാരെ വഞ്ചിക്കുന്നത്. ഏട്ടത്തിയുടെ കാര്യം പോട്ടെ, അതേപ്പറ്റി സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. പിന്നെ ഞാൻ നിങ്ങളുടെ മോനെ വഞ്ചിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണവും നിങ്ങൾക്കൊക്കെ അറിയാം. ഇപ്പോ കോടതി പറഞ്ഞിട്ട് ഒരുത്തിക്ക് ചെലവിന് കൊടുക്കുന്നുണ്ടല്ലോ സ്വന്തം മോൻ. അത് എന്നെ കല്യാണം കഴിക്കുന്നതിന് മുമ്പേ അവൻ ഉണ്ടാക്കിയ ബന്ധത്തിന്റെ പേരില. ഞാനും അവനും തമ്മിൽ ഒന്നിക്കുന്നതിന് മുമ്പ് അവൻ ഒരു കുഞ്ഞുണ്ടായിരുന്നു. അത് മാത്രമല്ല, മറ്റു പല ബന്ധങ്ങളും ഉണ്ടായിരുന്നു. അതൊക്കെ മറച്ചു പിടിച്ചോണ്ടാ നിങ്ങൾ മകനെ വെളുപ്പിക്കാൻ ശ്രമിക്കുന്നെ. നിന്നോട് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. നിങ്ങളോട് തർക്കിക്കാനൊന്നും അല്ല ഞാൻ വന്നത്. എനിക്കതിന്റെ ആവശ്യവുമില്ല. ഇപ്പോഴേ മാന്യമായിട്ടാ ഞാൻ ജീവിക്കുന്നെ, എന്റെ ഭർത്താവിനൊപ്പം. ലോകത്തെ ഏറ്റവും വലിയ തെറ്റ് എന്റെ അമ്മയും അമ്മാവനും അമ്മായിയും ഒക്കെ ആണെന്ന് മനസ്സിലാക്കിയോളാം ഞാൻ. അതുപോലെ തന്നെ ഇപ്പൊ ഈ അകത്ത് കിടക്കുന്നവനോട് എനിക്ക് ഒരു സിമ്പതിയും ഇല്ല.